മുൻ മന്ത്രിയും മുതിർന്ന മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. തിയോഫിൻ തന്നെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. തിയോഫിൻ, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? 10 മണിക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് പൊതുദർശനം ആരംഭിച്ചോ ഇന്നത്തെ? മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു. ഇനിയും ഒരുപാട് പേർ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, നിലവിൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ആലുവ തോട്ടക്കാട്ടുകരയിലുള്ള വീട്ടിലാണ് മൃതദേഹമുള്ളത്. ഇവിടെ ഇപ്പോൾ നിരവധി പേർ, പൊതുപ്രവർത്തകരൊക്കെ ഇവിടെ ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി എത്തുന്നുണ്ട്. വീട്ടിൽ തന്നെ ഒരു 9 മണി വരെ പൊതുദർശനം ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനുശേഷമാകും ആലങ്ങാടേക്ക് കൊണ്ടുപോവുക. ആലങ്ങാട് ഇദ്ദേഹത്തിൻ്റെ കുടുംബ വീട് സ്ഥിതി ചെയ്യുന്ന അവിടെയുള്ള പള്ളിയാണ് ഈ ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. 10 മണിക്ക് ശേഷം സംസ്കാരം ഉണ്ടാകുമെന്നാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും ഒടുവിലുള്ള വിവരം. 10-10:30 സംസ്കാര ചടങ്ങുകൾ നടക്കാനാണ് സാധ്യത. പക്ഷേ രാവിലെ, കാരണം ഇന്നലെ അറിയാം, നമുക്ക് കളമശ്ശേരിയിലെ പൊതുദർശനം നടക്കുന്ന സ്ഥലത്ത് നിരവധി പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു. നേതാക്കളും പൊതുപ്രവർത്തകരും മുസ്ലിം ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. മന്ത്രി P. രാജീവ് ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ടായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി സതീഷ് അദ്ദേഹവും എത്തിയിരുന്നു. അങ്ങനെ ഒരുപാട് പേർ, അതായത് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് രാഷ്ട്രീയത്തിനപ്പുറം ഒരുപാട് പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി ഇന്നലെ പൊതുദർശനത്തിലെത്തിയിരുന്നു. ഒപ്പം ഒട്ടേറെ നേതാക്കൾ വീട്ടിലും എത്തിയിരുന്നു. പാണക്കാട് തങ്ങൾ, അതോടൊപ്പം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇന്നലെ വൈകിട്ട് ഈ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലെത്തിയിരുന്നു. രാവിലെ നിരവധി പേർക്ക് കാണാനുള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പൊതുദർശനം പൂർത്തിയായ ശേഷം മൃതദേഹം ആലങ്ങാടേക്ക് കൊണ്ടുപോകും. ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കാരം നടക്കും. ഇന്നലെ വൈകിട്ട് ഒരു 3 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെ നാളായി അർബുദ രോഗബാധയെ തുടർന്ന് അദ്ദേഹം ഡോക്ടർ VP ഗംഗാധരൻ്റെ ചികിത്സയിലായിരുന്നു. ഇതിനിടയിൽ ഈ ഞായറാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. വൃക്കയുടെ പ്രവർത്തനം തകരാറിലായതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. ലേക്ക് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനവും തകരാറിലായിരുന്നു. തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലായിരുന്നു. ഇന്നലെ രാവിലെ ആരോഗ്യസ്ഥിതി കുറച്ചുകൂടി വഷളാവുകയായിരുന്നു. പിന്നീട് ഉച്ചകഴിഞ്ഞ് കർശന നിരീക്ഷണത്തിൽ ഡോക്ടർമാർ വളരെ സൂക്ഷ്മമായി അദ്ദേഹത്തെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കാരണം ആരോഗ്യസ്ഥിതി അല്പം ക്രിട്ടിക്കലാണ് എന്ന മെഡിക്കൽ റിപ്പോർട്ടുകളും ഉച്ചയോടുകൂടി പുറത്തു വരികയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഒരു 3 മണിക്ക് ശേഷം അന്ത്യം സംഭവിക്കുന്നത്. മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രമുഖ നേതാക്കളൊക്കെ ഒട്ടേറെ പേർ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. ഇന്നലെ രാവിലെ PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശൻ ഉൾപ്പെടെയുള്ള ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ കാണുകയും ചെയ്തിരുന്നു. വൈകിട്ട് ഈ 3 മണിയോട് ശേഷം അന്ത്യം സംഭവിക്കുന്നു. അത് കഴിഞ്ഞൊരു 5 മണി വരെ അവിടെ കുറച്ച് സമയം പൊതുദർശനത്തിനുള്ള സൗകര്യം ആശുപത്രിയിൽ ക്രമീകരിച്ചിരുന്നു. അതിനുശേഷമാണ് പാലക്കാമകൾ ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോയത്. അവിടെ മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് പിന്നീട് ഈ ഞാലകം കൺവെൻഷൻ സെൻറ്ററിൽ, കളമശ്ശേരിയിലുള്ള ഞാലകം കൺവെൻഷൻ സെൻറ്ററിൽ പൊതുദർശനം ആരംഭിച്ചത്. ഒരു 6:45 അവിടെ മൃതദേഹം എത്തിക്കുന്നു. പിന്നീട് 9 മണി കഴിയുന്നതുവരെ അവിടെ പൊതുദർശനം ഇങ്ങനെ തുടരുകയും ചെയ്തിരുന്നു. വലിയ ജനത്തിരക്കുണ്ടായിരുന്നു. പ്രമുഖ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു. ഇന്നാണ് ഇനി സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഒരു 10 മണിക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഭദ്ര.